ഹലോ അങ്ങനെ ചെമ്പനീർ പൂവ് പുതിയ പ്രൊമോല് നാണോ മാനവും ഇല്ലാത്ത സുധി ഒടുവില് നമ്മുടെ വർഷയുടെ അച്ഛന്റെ സ്വത്ത് പോലും ചോദിക്കുകയാണ്. അതായത് ആ ഒരു ബംഗ്ലാവ് മേടിക്കാൻ വേണ്ടി പൈസ തികയാത്തതിന്റെ പേരിൽ നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ വന്നിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ ഇത്രയും പൈസയൊന്നും ഉണ്ടാവില്ല എന്ന് അറിയാം, നിന്റെ അമ്മായച്ചന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കിക്കൂടെ എന്ന് പറയുന്നുണ്ട്. അത് വർഷയുടെ മുന്നിൽ വെച്ചാട്ടോ പറയുന്നത്. അപ്പൊ വർഷ എടുത്തടിച്ച് നമ്മുടെ ശ്രുതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡ് അച്ഛന്റെ അടുത്ത് ഷെയർ ചോദിച്ചതുപോലെ ഞാൻ ഒരിക്കലും ചോദിക്കൂല, അച്ഛൻ എനിക്ക് തന്നില്ലേലും വേണ്ടൂല എന്ന് നമ്മുടെ വർഷ എടുത്തടിച്ചും മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പത്തേക്കും ശ്രുതി ആണെങ്കിലും മുറി ചെന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പറയുക, നമ്മൾ ഈ വലിയ ബംഗ്ലാവ് മേടിക്കുന്നതിൽ എല്ലാവർക്കും അസൂയാണ്, ആർക്കും ഒരു സന്തോഷവും ഇല്ല എന്നൊക്കെ നമ്മുടെ ശ്രുതിയിട്ട് കുത്തിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടേ. അപ്പുറത്ത് നമ്മുടെ രേവതിക്ക് വേറെ ഒന്നുമല്ല സങ്കടം, ഇവര് ശ്രുതിയും ഈ വീട് വാങ്ങി ഇങ്ങോട്ടേക്ക് താമസം മാറിയില്ല, അവർക്കൊപ്പം എന്തായാലും അമ്മ വരും, അമ്മ ശ്രുതി സ്നേഹിയാണല്ലോ, അപ്പൊ അമ്മ വരുമ്പോൾ ഒപ്പം അച്ഛനും വരുമോ, ആ ഒരു സങ്കടമാണ് നമ്മുടെ രേവതിക്ക്. അപ്പൊ നമ്മുടെ സച്ചി ആശ്വസിപ്പിക്കുന്നുണ്ടേ, അച്ഛൻ നമ്മളെ വിട്ട് എങ്ങോട്ടും പോയില്ല എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ. ഇനി എന്തായിരിക്കും നമ്മുടെ ശ്രുതി പിടിക്കപ്പെടുന്ന ഒരു രംഗങ്ങള് വീക്ക്ലി പ്രൊമോയിൽ കണ്ടിരുന്നു, അതെപ്പോഴാണ്, അതിനു വേണ്ടിയാണ് നമ്മൾ കട്ട വെയിറ്റിംഗ് അല്ലെ. എന്തായാലും കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.